ഇതെന്താ അറിയോ? അച്ഛന്റെ 3ാം ക്ലാസ്സിലത്തെ പരീക്ഷ പേപ്പറാ. നോക്ക് വേണമെങ്കിൽ. ഇത് അച്ഛന്റെ പഴയ വീടില്ലേ, ആ വീടിന്റെ അലമാരയിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിന്ന് കിട്ടിയതാ. എന്നോട് ഞാൻ പറഞ്ഞില്ല ആടിപടിയും പോയിട്ട് പെട്ടിയൊന്ന് തുറക്കരുതെന്ന് പറഞ്ഞല്ലേ എന്നോട്? അമ്മ പറഞ്ഞിട്ടാ ഞാൻ തുറന്നത്. അമ്മേനോട് ഞാൻ ചോദിച്ചു അച്ഛൻ എത്ര മാർക്കാണെന്ന്. അപ്പൊ അമ്മ പറഞ്ഞ അച്ഛന് മൊട്ടയായിരുന്നു, 0 മാർക്കായിരുന്നു അച്ഛന് എല്ലാ പരീക്ഷയ്ക്കും. അപ്പൊ ഞാൻ വിശ്വസിക്കായിട്ട് അമ്മ അവിടേക്ക് കൊണ്ടുപോയി. കാണിച്ചു കൊടുക്ക. അച്ഛനൊക്കെ അന്നൊക്കെ കിട്ടലെത്ര അറിയോ? 50-ൽ 50 മാർക്കാ കിട്ടുക. 50-ൽ 50, 100% മാർക്ക്. എടാ 0 അതിന്റെ ഇപ്പുറത്തൊക്കെ മാർക്ക് ഉണ്ട്. 50-ൽ 50 ഉണ്ട്, അവിടെ 5 ഉണ്ട്. അതൊക്കെ മാഞ്ഞു പോയതാ. നല്ലോണം പഠിക്കണത്, നല്ലോണം ഇതേമാതിരി പഠിക്കണം എന്നാ പറഞ്ഞത്. നല്ല മാർക്കാ. അച്ഛനൊക്കെ എന്താന്നറിയോ അന്നത്തെ കാലത്ത്? എന്താന്നറിയോ, നല്ല മാർക്ക് വാങ്ങുന്നവരോടൊക്കെ ബാക്ക് ബെഞ്ചിലിരിക്കാൻ പറയും. ബാക്ക് ബെഞ്ചിലായിരിക്കാൻ പറയാം. അന്ന് നല്ലോണം പഠിക്കുന്നവർക്ക് മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് എവിടെ ഇരുന്നാലും പഠിക്കാന്നാണ് മാഷ് പറയുന്നത്. അപ്പൊ ഞാനൊക്കെ ഏറ്റവും ബാക്കിലെ ബെഞ്ചിലേനി. അതിന് 1ാമത്തെ ആളും ഇനിയായി. ഫസ്റ്റ് എനിക്ക് ഇനിയാണ് ബാക്ക് ബെഞ്ചിൽ. അതേ വീതം അച്ഛന് 3ാം ക്ലാസ് അല്ലേ പേപ്പറ്? 5ഉം 4ഉം 5ഉം പോയില്ലല്ലോ. അപ്പൊ 6 മുതൽ SLC പേപ്പർ വരെ അതിലുണ്ട്. അതൊന്നും എടുക്കാൻ പറ്റൂല കേട്ടോ, അതൊന്നും തൊടാൻ പറ്റൂല. ഞാൻ സമ്മതിക്കില്ല. നല്ല അടി എന്നോട് കിട്ടും. പിഗ്ഗി ബാങ്കിത്തെ പൈസ മോഷ്ടിച്ചാലും നന്നായി കിട്ടും. എനിക്ക് നല്ല അടി എന്നോട് കിട്ടും കേട്ടോ. പോയിട്ട് പോർന്ന് ഇന്നോട് ഇനി അങ്ങോട്ട് എടുക്കാൻ വാ, അന്നേരം ഞാൻ പറഞ്ഞുതരാം.